Watch full episodes on Jio Hotstar. നമ്മളെല്ലാരും പിരിഞ്ഞാലേ പറ്റൂ. യുഡി, നീ സെരിബ്രോ, ഐഡിയ, ലഡുസിങ്ങിനെ കൂട്ടി ലെഫ്റ്റ് ഭാഗത്തേക്ക് പോകണം. പിന്നെ രേവ, നീ റൈറ്റിലേക്ക് വെക്കോ. വേഗം ഓട്. ശരി, വേഗം ഔട്ട്. ശരി. അവരെ ചൊല്ലി വെച്ച് ശരിയാക്കാം. ആരോ സ്വന്തം ഇങ്ങനെ വരട്ടെ. ശരി യുഡി. സോറി ലഡ്ഡു സിംഗ് സാർ. എന്റെ അമ്മ ദേ വീണ്ടും വന്നു. ഓടിക്കോ. ശിവ ശിവ, ഞാൻ എവിടെയാണെന്ന് പറ. ഞാനേ നമ്മുടെ വേദാസ് പോലെ ഒരു സ്ക്വയർ സ്ഥലമുണ്ട്, അവിടെയാ. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഇതെന്താ സംഭവിക്കുന്നേ? നമ്മൾ എവിടെയാ പോകുന്നേ? എനിക്ക് വിശന്നിട്ട് വയ്യ. ഓഹോ യുഡി, കാം ഡൗൺ. അതേ കുറിച്ച് ആലോചിക്ക്. യുഡി, ലഡ്ഡു സിംഗ് സാർ എവിടെ പോയി? സോറി ഗൈസ്, റോബോട്ട്സുമായി വഴക്കിട്ടപ്പോൾ പെട്ടെന്ന് കാണാതായി. ഞാൻ രക്ഷിക്കാന്ന് വിചാരിച്ചതാ, പക്ഷെ പെട്ടെന്ന് ബാക്കപ്പ് മെഷീൻസ് വന്നു. It's okay, യുഡി. നമ്മൾ പോകുമ്പോൾ എല്ലാവരും ഇവിടുന്ന് ഒന്നിച്ച് തന്നെ പോവുകയുള്ളൂ. But now let's get out of here. എന്തിനാണ് നിന്ന് കളഞ്ഞത് മെഷീനേഴ്സ്? വരൂ വരൂ വരൂ. ഈ മിൽക്കി വേ എന്റെ സ്വന്തമാകാൻ പോവുകയാണ്. പക്ഷെ എന്റെ ആർമികൾ ഗാലക്സി മുഴുവനും തമാശ കാണിച്ചു നടക്കുക. സുപ്രീമോ എംജെ, സുപ്രീമോ എംജെ, ചിലപ്പോ നിങ്ങളുടെ പവറിന്റെ സാമ്പിള് കാണിച്ച് മോട്ടിവേറ്റ് ചെയ്യാനുള്ള സമയം എത്തേ. എന്താ പറഞ്ഞേ? ബാസ്, അത് വെറുതെ. This will be fun. എന്റെ സ്പേസ് ക്രാഫ്റ്റ് റെഡിയാക്ക്. Practice makes perfect. ഇത് ഏത് സ്ഥലമാണ്? യുഡി, ഇത് ജോണങ്ങളുടെ ഗരാജ് പോലെ ഉണ്ടല്ലോ അല്ലേ? 2000 നിന്ന് 2025 വരെ ഇത് ജോൺ ബ്രഗാൻസയുടെ ഗരാജ് ആയിരുന്നു. പക്ഷേ ഇപ്പോ ഇത് ജീവയുടെ ക്യാപിറ്റൽ വേദാ സിറ്റിയുടെ ഡംപിംഗ് ഗ്രൗണ്ട് ആണ്. എന്താ പറഞ്ഞേ? വേദാ സിറ്റി? അതിശയിക്കാനില്ല, നമുക്ക് ഈ വഴി നേരത്തെ അറിയാം. നമ്മള് വീട്ടിലായിട്ടും ഇപ്പൊ വീട്ടിലല്ല. ഇതിപ്പോ കൂടുതൽ സ്ട്രേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശിവ, നീ ആ മെഷീനോട് ഫൈറ്റ് ചെയ്തില്ലേ? ദാറ്റ് വാസ് ഓസം. നമ്മള് സക്സസ്ഫുൾ ആകണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അതിനെ ജീവയെ നമ്മള് തോൽപ്പിക്കണം. പക്ഷേ ജീവയെ തോൽപ്പിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറ. തീർച്ചയായിട്ടും ഉണ്ട്. വേദാ സിറ്റിയുടെ മുകളിൽ സ്പേസില് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഉണ്ട്, അതായത് EMP ട്രിഗർ ചെയ്തിട്ട്. അപ്പൊ EMP എന്ന് വെച്ചാൽ എന്താണത്? EMP ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പവർഫുൾ വേർസ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ്. അതുകൊണ്ട് മെഷീൻസിന്റെ സർക്യൂട്ടിനെ ഡാമേജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ എങ്ങനെ ഇത് ട്രിഗർ ചെയ്യാ? ഹ്യൂമൻസ് EMP ട്രിഗർ ചെയ്യാനുള്ള വെപ്പൻസ്
സ്പേസ് സാറ്റലൈറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ. ജീവിക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ EMP ട്രിഗർ ചെയ്യാനുള്ള റിമോട്ടിനെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മെട്രോ സ്കൈയിലെ ഒരു ഹൈ സെക്യൂരിറ്റി റൂമിനകത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് മുമ്പേ വന്ന മനുഷ്യര് ജീവനെടുത്ത് തോറ്റാൽ അവർക്ക് EMP ട്രിഗർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യാനാ? ഒരു വെൽ വിഷറുടെ സഹായത്തോടെ നമുക്ക് മെട്രോ സ്കെയിലെ ആ ഹൈ സെക്യൂരിറ്റി റൂമിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ആസ് വി സ്പീക്ക് മദർഷിപ്പിലെ എന്റെ ഫ്രണ്ട്സ് അതിനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി ഒന്നിച്ചു നിന്ന എനിക്ക് ഉറപ്പാണ് നമ്മൾ രണ്ടുപേരുടെ മിഷൻ സക്സസ്ഫുൾ ആകും. എന്നിട്ട് പിന്നെ എക്ലിപ്സിന്റെ ലീഡർഷിപ്പിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരുമായിട്ട് എർത്ത് 2020ലേക്ക് മടങ്ങി പോകാം. ഡു വി ഹാവ് എ ഡീൽ? Guys, something is not right here. ജീവ റോബോട്ടിന് വേണ്ടിയാ വഴക്കിടുന്നേ. സെറിബ്രോ ഈസ് എ റോബോട്ട്. പിന്നെ എന്തിനാ അവർക്കെതിരായി നിൽക്കുന്നേ? കാരണം ജീവ അത്രയ്ക്ക് പവർ ഹംഗ്രിയാണ്. അവനെ സഹായിച്ച ആൾക്കാർക്കെതിരെയാണ് അവൻ ഇപ്പൊ നിൽക്കുന്നത്. ഹ്യൂമൻസിന് ശേഷം ഇപ്പോ ആനിമൽസും റോബോട്ട്സിന്റെ പഴയ മോഡൽസിനെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കും. ഗ്രേറ്റ്. നമ്മുടെ മിഷന്റെ സക്സസ്ഫുൾ എക്സിക്യൂഷന് വേണ്ടി നമുക്കൊരു സ്പേസ് ക്രാഫ്റ്റും എക്സലന്റ് പൈലറ്റിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ഐ നോ ജസ്റ്റ് ദ മാൻ. ഇൻഫാക്ട് അയാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് മൂൺ ഡൈനറില്. സോറി, പക്ഷെ നിങ്ങൾക്കറിയാമോ ബ്ലേസിന്റെ മൂവിംഗ് ഡാൻസ് എന്ന ഗെയിമിൽ തോറ്റിട്ട് നീ എന്താ ചെയ്തെന്ന്? റിലാക്സ്, ഞാൻ നിന്റെ പേയ്മെന്റ് എന്തായാലും തന്നിരിക്കും. നിങ്ങൾ വേറെ ഏതെങ്കിലും പൈലറ്റിനെ ഏർപ്പാടാക്കിക്കോളൂ. ഞങ്ങൾ ഡബിൾ പേയ്മെന്റ് ആണ് ചെയ്തത്. കാരണം ഈ മിഷൻ ടോപ്പ് സീക്രട്ട് ആണ്. ഞങ്ങൾക്ക് കഴിവുള്ളതും ട്രസ്റ്റ് വർതി പൈലറ്റ് ആണ് വേണ്ടത്. നമ്മൾ വിചാരിച്ചാൽ ബ്ലേസിനെ ജയിക്കാൻ സാധിക്കുമല്ലോ. ഇത് സംസാരിക്കോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ബ്ലേസിനെ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നോട്ട് ഫോർ മീ. ഇതെങ്ങനെ സംഭവിച്ചു? പ്ലെയിൻസിനെ തോൽപ്പിച്ചതും പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ കാണിച്ച മണ്ടത്തരത്തിന്റെ ഫലമാണിത്. നോക്ക് സെറിബ്രോ, ഈ റോബോട്ട്സിന്റെ ഗെയിംസിൽ വർക്കേഴ്സിനൊക്കെ കളിക്കാൻ സാധിക്കോ? എന്ത്? ആർ യു ഷുവർ? ഇതിനേക്കാളും നന്നായിട്ട് എന്റെ ഈ പരിക്കേറ്റ കൈ കൊണ്ട് ഞാൻ കളിക്കും. ഇല്ല, ഇവൻ തന്നെ ആയിരിക്കും കളിക്കുന്നേ. നിന്റെ കയ്യില് ബെറ്റ് വെക്കാൻ മാത്രം വല്ലതും ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൂസേഴ്സ് ആരാണെന്ന്. അല്ല, നിങ്ങൾ ഹ്യൂമൻസിനെ കൂടെ ചാലഞ്ച് ചെയ്യാൻ റെഡിയാണോ? ഇത് ആദ്യത്തെ റോബോ ആയിരിക്കും. സ്വയം അവന്റെ നഷ്ടം കാണാൻ ആഗ്രഹിക്കുന്നു. ചാമ്പ്യൻസ് എപ്പോഴാണോ മനുഷ്യന്മാരെ കണ്ട് പേടിച്ചത്? ഞാൻ ലൂസേഴ്സിനോട് സംസാരിക്കാറില്ല. ചാമ്പ്യനാണെന്ന് സ്വയം പുകഴ്ത്തുന്ന ആൾക്ക് കളിക്കാൻ മാത്രം എന്താ ഇത്ര പേടി? Weird Robo, you got a deal. എന്നാൽ ഈ ബോട്ടിനോടൊപ്പം നിനക്കും എന്റെ സ്ലേവായി മാറേണ്ടി വരും. ഡൺ. പക്ഷേ ഞാൻ ജയിച്ച നിന്റെ റോളർ ബ്ലേഡ്സ്, നിന്റെ സ്പേസ് ടക്സ് എന്റേതായിരിക്കും. എന്നാ ശരി. കുറിക്ക് തന്നെ കൊണ്ടിരിക്കുന്നു. അടിപൊളി. Come on, Shiva, come on. Come on, yeah. Oh no. ഓ നോ, എല്ലാം കയ്യിന്ന് പോയല്ലോ. എന്താ നീ ചെയ്യുന്നേ ശിവ? നിങ്ങൾ രണ്ടുപേരും റെഡി ആയിക്കോളൂ എന്റെ സ്ലേവ് ആകാൻ. ഓക്കെ, നൈസ് ഷോട്ട്, നൈസ് ഷോട്ട്. Oh no! Oh yes! ആയി നല്ല മണം.
കമോൺ മനുഷ്യ, നിനക്കത് ചെയ്യാൻ പറ്റും. ഹിറ്റ് ദി ബ്ലൂ ബുൾസ് ഐ. അങ്ങനെ ചെയ്താൽ നിനക്ക് 1000 പോയിന്റ്സുമായി ഓട്ടോനെ തോൽപ്പിക്കാം. മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ. Come on, Shiva. Yeah. കമോൺ ശിവ, കമോൺ. ഉന്നം വെക്ക്. ഫുൾ ഫോക്കസ്. Yes. Shiva. ഹലോ ആദി. Yes. ട്രിഗർ ചേംബറിന്റെ റൂഫ് നമുക്ക് തുറക്കാൻ കഴിയും. അതിന്റെ കോഡ് നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ അവിടുന്ന് ശിവയ്ക്ക് പുറത്തു പോകാൻ ഒരു വഴിയുണ്ടാകും. ഐഡിയ. ക്യാൻ യു ക്രാക്ക് ദ കോഡ്? അവൻ ശ്രമിക്കുമെന്നാണ് ഐഡിയ പറഞ്ഞത്. ശിവ, നിന്റെ കഥ തീരാൻ പോവുകയാണ്. പക്ഷെ ഇപ്പോഴും ജീവയ്ക്ക് നിന്റെ ഒപ്പം ഡീല് വെക്കാൻ സമ്മതമാണ്. ശിവ, ആ ജീവ എന്ത് പറഞ്ഞാലും നീ അതിൽ വിശ്വസിക്കാതെ കേട്ടോ. ഞങ്ങൾക്കറിയാം നിനക്ക് എന്ത് സാധിക്കാൻ പറ്റുമെന്ന്. ഞങ്ങൾ എന്നും നിന്റെ കൂടാ. ശിവയുടെ ഓക്സിജൻ മാസ്ക് എവിടെ പോയി? ആ വാതിലൊക്കെ പൊളിച്ചിട്ട് അവരകത്തേക്ക് വരും. അയ്യോ, നമ്മളപ്പോ എന്താ ചെയ്യാ? എല്ലാവരും വേഗം പിടിക്കൂ. നമുക്കിത് തടയണം. വീട്ടേക്ക് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. വീട്ടേക്ക് എനിക്ക് പേടിയായിട്ടുണ്ട്. അനങ്ങി പോകരുത്.
സാൽവോ ജീവ, ശിവയുടെ കൂട്ടുകാർ എല്ലാവരും ഞങ്ങൾ പിടിച്ചു. വരൂ വരൂ, എല്ലാവർക്കും സ്വാഗതം. ഗെറ്റ് റെഡി. ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു. ഇതിനെ കുറിച്ച് മുമ്പൊന്നും കേട്ട് കാണില്ല, കണ്ടും കാണില്ല. ശിവ 45 സെക്കൻഡ്സിനുള്ളിൽ ഓക്രിസ്റ്റ് തന്റെ ടാർഗറ്റ് ഫയർ ചെയ്യാൻ പോകുന്നു. പിന്നെ മദർഷിപ്പ് ഒരു ഹിസ്റ്ററി ആയി മാറും. ആ വിഷവാതകത്തിൽ നിന്നും നീ എങ്ങനെ രക്ഷപ്പെടും ശിവ? കാം ഡൗൺ ശിവ, കാം ഡൗൺ. ഇത്രയും വലിയ മൊമെന്റ് നിന്നെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? കാം ഡൗൺ. ശിവ, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ. മിഷൻ ഫെയിൽഡ്, മിഷൻ ഫെയിൽഡ്, മിഷൻ ഫെയിൽഡ്, മിഷൻ ഫെയിൽഡ്. റെഡ് ബട്ടൺ അമർത്തിയാൽ EMP ട്രിഗർ ആകുന്നതായിരിക്കും. ശിവ, ഐഡിയ പറയുന്നത് മെഷീൻ എല്ലാം അടഞ്ഞതുകൊണ്ട് ട്രിഗർ ചേമ്പർ റൂഫ് തുറക്കാൻ പറ്റില്ല. എന്താ ശിവ? ശിവ, ശിവ നീ അവിടെ ഉണ്ടോ? ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഐഡിയ പറയുന്നത് ജീവ സർക്കീസ് തകരുന്നതിന് മുമ്പേ അബദ്ധത്തിൽ റൂഫ് തുറക്കുന്ന ബട്ടൺ ആണ് ഞെക്കിയത്. ശിവ, ശിവ നീ അവിടെ ഉണ്ടോ? ശിവ, താങ്ക് യു ശിവ. ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടെ മുഴുവൻ ഹ്യൂമൻ റേസിനെയാണ് രക്ഷിച്ചത്. നിങ്ങളുടെ സഹായം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും സാധിക്കില്ല. ഞങ്ങൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ എല്ലാ ഹ്യൂമൻസിനെയും ഞങ്ങൾ അവരുടെ പ്രസന്റ് ടൈമിലേക്ക് കൊണ്ടുവന്നിരിക്കും. അത് പിന്നീട് ശരിയാകുമോ? ടൈം ബാരിയർ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അവരെല്ലാവരും നോർമൽ ആയിക്കോളും. നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള പോർട്ടർ മൂടിയിരിക്കുകയാണ്. വേഗം വരൂ. ഇതെന്താ പറ്റിയത്?
നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. വേഗം തിരിച്ചു വരൂ സാറേ. ഈ പേടായി വിട്ട് സാറെ കൊണ്ടാ പോയത്. ആരത് ചെയ്തത്? എന്റെ സാറ് തിരിച്ചു വന്നോ? ലഡ്ഡുല്ലെങ്കിൽ പേട ഒറ്റയ്ക്ക് എന്ത് ചെയ്യും സാറേ? ഇനി ഒരിക്കലും എന്നെ വിട്ടേക്കൂട്ട് പോകല്ലേ. എടോ പേടറാം, ഞാൻ അതിനെങ്ങോട്ടാ പോയത്? പോയത് ഈ പിള്ളേരല്ലേ ആ മൊബൈൽ ഗെയിം കളിച്ചത് കൊണ്ട്. താൻ എന്ത് ഓർമ്മയില ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അതൊന്ന് പറ പേടാറാം, തനിക്ക് എന്തായി പറ്റിയത്? പറ. ശിവ, രോഹിത്തേട്ട എവിടെയാ പോയത്? നീ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? നോ രോഹിത്തേട്ടാ, എടാ കുരുത്തം ആദി, എന്റെ മൊബൈൽ ഫോൺ നീ എന്താ ചെയ്തേ? എന്റെ ഫേവറേറ്റ് ഗെയിം കാണാനില്ല നിന്നെ. അത് ചേട്ടാ, വളരെ പ്രസിദ്ധമായിരുന്ന മൊബൈൽ ഗെയിംസ് അവ സ്വയം മൊബൈലിൽ നിന്ന് ഇന്ന് കാണാതായിരിക്കുന്നു. ഇത് കണ്ടോ പേടാറാം? എന്റെ വടിയുടെ അടി പേടിച്ച് മൊബൈൽ ഗെയിം ഉണ്ടാക്കിയവരൊക്കെ അവരുടെ ഗെയിം തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സാറേ കലക്കിട്ട. സാൽവ ലഡു സിംഗ് സാർ. സാൽവ ലഡു സിംഗ് സാറോ? ഇതെന്ത് ലാംഗ്വേജാ യൂടി പറ? ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്യൂച്ചറിലേക്ക് പോകേണ്ടി വരും. Watch India's largest kids library only on Jio Hotstar. Download the app now.